ഹലോ ഹലോ എടാ എടാ മറ്റന്നാളാണ് നമ്മൾ ടൂറിന് പോണേ, നീ നേരത്തെ എത്തൂലേ? ടൂറിന് പോണ കാര്യം നിനക്കറിയാലോ. എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്, എന്നെ ഗേറ്റിന് വെളിയിട്ട് വിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് എന്നെ ടൂറിന് വിടുമെന്ന്. പോരാത്തന്നെ അച്ഛൻ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടിയല്ലേ. എടാ അതിന് നിന്റെ അച്ഛന് റിട്ടയർഡ് ആവാൻ പ്രായമായോ? ഇല്ല, പിന്നെ അച്ഛന് പണിയെടുക്കാൻ മടിയായത് കൊണ്ട് അക്ഷയ സെന്ററിൽ ചെന്ന് പ്രായം കൂടി എന്ന് പറഞ്ഞ റിട്ടയർഡ് ആയ മനുഷ്യനാ. എന്തായാലും നീ വന്നേ എനിക്ക് നിങ്ങളുടെ കൂടെ വന്നെന്നുണ്ട്. പക്ഷേ എന്തായാലും നീ വന്നോ. ഓക്കെ എന്നാ വെച്ചോ അച്ഛൻ വന്നുണ്ട്. നശിച്ചലർത്തി കാരണം അങ്ങനെ പല ടോണി മാറ്റി മാറ്റി ചോദിച്ചാലൊന്നും എന്റെ കാശില്ല, എങ്ങും പോകാൻ അവർക്ക് തരാനും പൈസ ഇല്ല. കാശിന്റെ അല്ലായിരുന്നു, പിന്നെ നാട്ടിലെ പിള്ളേരെല്ലാരും കൂടി ചേർന്ന് ടൂർ പോകുന്നുണ്ട്. ആ വേണം. കാരണം കുറെ ദിവസം ഇനിയിപ്പോ നാട്ടുകാർക്ക് സ്വസ്ഥമായിട്ടിരിക്കാല്ലോ, എവിടെയും പോകാൻ പറയാം. അങ്ങനെയല്ല, എനിക്കും കൂടി പോയാൽ കൊള്ളാം. നീ പോണം. കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ നിന്റെ കൂട്ടുകാർ പോകുമ്പോൾ നീ ചെല്ലുന്നില്ലെന്ന് ചോദിച്ചാൽ നിനക്ക് അതിനെ നാണക്കേട്. മനസ്സിലായി? അത് തന്നെയല്ലേ നമുക്ക് ഈ പ്രായത്തിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്നെ പോലെ കാള പോലെ വളർന്നു ഒരു കുടുംബമായി കഴിഞ്ഞാൽ നടക്കത്തില്ല. മനസ്സിലായോ? എവിടാ പോണേ? ടൂർ എവിടാ പോണേ? ഓൾ ഇന്ത്യ ട്രിപ്പാ. ഓഹോ, അടിപൊളി. കാരണം എന്താണെന്നറിയാമോ? പിള്ളേർ പോകേണ്ട സമയത്ത് പോകേണ്ട സ്ഥലത്ത് പോയിരിക്കണം. എവിടെ പോയാലും കൊള്ളാം. വൈകുന്നേരം 6 മണിയാകുമ്പോൾ പെരക്കാത്ത കയറിക്കണം. ഓൾ ഇന്ത്യ ട്രിപ്പ് എങ്ങനെ 6 മണിക്ക് ശേഷം പെരക്കാത്ത കയറണേ? ഒരു കാര്യം ചെയ്യും, ഓൾ ഇന്ത്യ എന്നുള്ള കട്ടി. പിന്നെ ഓൾ പഞ്ചായത്ത് എവിടെ വേണേ കറങ്ങി പഞ്ചായത്തോ? പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ വരെ 6 മണിക്ക് ഇറക്കും. പിന്നെ നിനക്ക് ഓൾ ഇന്ത്യ അച്ഛൻ എന്തിനാ അച്ഛൻ എന്നെ കെട്ടിയിട്ട് വളർത്തണത്? നിന്നെ കെട്ടിയിട്ട് വളർത്തും. ഇതുപോലെ എന്റെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്ര ഉയരങ്ങളെത്തിയത്. എത്ര ഉയരങ്ങളില്? 5 അടി 8 ഇഞ്ച്. എനിക്ക് ആ ഉയരങ്ങളിൽ എത്താൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ടൊരു ആക്റ്റീവെങ്കിലും ഉണ്ടായിരിക്കും. നിനക്ക് എന്ത് കുന്തം? ക്രെഡിറ്റ് ആണോ അച്ഛാ? ആക്റ്റീവുള്ള ക്രെഡിറ്റ് ആണെന്നു. ലോൺ എടുത്തൊരു ആക്റ്റീവ് എടുക്കണം. എന്നിട്ട് 2 മാസം EMI തുടങ്ങുമ്പോൾ ഒരുത്തൻ ടാഗ് ഒക്കെ ആയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പൊ അറിയാം അതിന്റെ വില. അച്ഛനെ റിട്ടയർഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൃഷിപ്പണിയൊക്കെ അല്ലാതെ അച്ഛന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്തിനാടാ വേറെ പണി? നീ ജനിച്ച പോലെ ആവശ്യത്തിനുള്ള പണി എനിക്ക് തന്നോണ്ടിരിക്കുകയല്ലേ. എന്റെ അഭിപ്രായത്തിൽ നീ ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. പിന്നെ സ്വന്തമായിട്ട് ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങണം. അതാകുമ്പോ അച്ഛന് മാത്രമല്ല പണി, തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർക്ക് നിനക്ക് പണി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് നല്ല ലക്ഷ്യബോധം. എന്തുവാ ലക്ഷ്യമുള്ള? എന്തുവാ? സിനിമ നോക്കിയാൽ കൊള്ളാന്നുണ്ട്. അല്ല, ഏത് തിയേറ്ററാ? എനിക്കൂടെ 2 ബുക്ക് ചെയ്യാം. അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് ഡയറക്ടർ ആകണമെന്ന്. നല്ലതല്ലേ? കാരണം വീട്ടിലൊരു ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് അത് അഭിമാനമാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിരുന്നു, കണ്ടൽക്കാട്ടിലെ ഞണ്ട്. കണ്ടു 3 പ്രാവശ്യം ഞാൻ കണ്ടു. 3 പ്രാവശ്യം. ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനെന്തോ പറയാനടാ? കാരണം നീ ആവശ്യത്തിനുള്ള കമന്റ് നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിക്കും. പിന്നെ നീ ആയിട്ട് പറയിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ? അത് വേണ്ട. സത്യം പറഞ്ഞ ആ ഞണ്ടിന് ഇച്ചിരി ആവതുണ്ടായിരുന്നില്ല. ആ കണ്ടൽക്കാട്ടിലെ ഞണ്ട് ആദ്യം അവനെ ഇറുക്കിയാൽ അതുപോലെ സമാനം ഉണ്ടാക്കി വെച്ചാൽ. അതങ്ങനെയല്ല, ആളുകൾക്ക് അതിന്റെ സാരാംശം മനസ്സിലാകാത്ത കൊണ്ടാ. കണ്ടോ, സാരാംശം മനസ്സിലാകാൻ ഈ തെറി എന്നെ. അപ്പൊ അത് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ അത് ഈ പഞ്ചായത്ത് നിർത്തുമോ എന്നെ? ആ സാരാംശം മനസ്സിലാക്കി ഞാൻ ഓണത്തിന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഇനി ഇറക്കുന്നു. ഓണത്തുമ്പിയെ പറ്റിച്ച വേനൽ തുമ്പി. നല്ലതാണ്. കാരണം ഇനി മഹാബലിയും കൂടെ ഉള്ള എന്നെ തെറി പറയാൻ. അപ്പൊ ഓണത്തിന് അത് ഇറക്കി വരുമ്പോൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള അതുകൂടെ സെറ്റ് ചെയ്തേ. പിന്നെ അങ്ങനെ നാളെ എന്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിൽ വരുന്നുണ്ട്. കൂട്ടുകാരൊന്നും പറഞ്ഞ ഗേറ്റ് കടന്ന് കൊടുത്ത ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശരിയല്ല, നിന്റെ കൂട്ടുകാർ ഒരുത്തരം ശരിയല്ല. പീറ്ററിന്റെ മോന്റെ വരുന്നടാ ജോയിക്കുട്ടൻ. അവൻ ഇവിടെ വരുന്നത് ശരിയല്ല. അവൻ എന്നീ വീട്ടിൽ വന്നിട്ടുണ്ടോ അവൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഈ സോഫാക്കകത്ത് ആഷ് കിടക്കും. സിനിമ നടനോ? അത് ആഷോ, ഇത് ഹാഷോ. സിഗരറ്റ് വലിക്കോ? അവൻ സിഗരറ്റ് വലിക്കുന്നൊന്നുമില്ല. പിന്നെ ഹാഷ് വരാണ്ട് അവന്റെ മൊബൈലിനകത്തും തെറിച്ചു വന്നോ ഹാഷ്ടാഗ്. അവനകത്ത് വലിയ അവനെ കയറ്റെടുത്ത് കേട്ടോ. എന്നെ പുറത്തു കൊടുത്തില്ല, അപ്പനും പുറത്തു പോകത്തില്ല. ഇന്ന് അച്ഛൻ എവിടെയെങ്കിലും പോകണുണ്ടോ? ഞാൻ പലയിടത്തും ഞാൻ കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം എങ്ങും പോകാൻ പാടില്ല. മനസ്സിലായോ? ഞാനിവിടെ ഉണ്ടാവില്ല. കാരണം നിന്റെ ആന്റിയുടെ വീട് വരെ ഞാനത് പോകുന്നുണ്ട്. കുറച്ച് മണ്ണിടാൻ. ആരുടെ കഞ്ഞിലല്ല, അവിടെ പെരപണി നടക്കുന്നു. റോഡിൽ കിടക്കുന്ന മണ്ണെടുത്ത് അവിടെ വീടിന്റെ അവിടെ കൊണ്ടിടാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനത് പോകും. എനിക്ക് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. വൈകുന്നേരം എന്തോ പരിപാടി? ഏത് ട്രൂപ്പിന്റെ കൂടെ? ട്രൂപ്പിന്റെ കൂടെ ഉള്ള പരിപാടിയല്ല,
നാട്ടിലെ പിള്ളേരൊക്കെ ചേർന്ന് പ്രൊജക്ടർ എടുത്തിട്ടെ ഇന്ന് അർജന്റീനയുടെ കളിയുണ്ട്, കാണാൻ പോണായിരുന്നു. അങ്ങനെ ഇപ്പൊ പോണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ എന്നെ അല്ല, നീ ഒരുങ്ങിക്കോ, വൈകിട്ട് എന്നോട് ആഞ്ചിടം ഞാൻ എന്നെ പുറത്ത് വിടാത്ത പോണ്ട. എനിക്ക് പുറത്ത് പോകണ്ട. കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചോ, പക്ഷേ കളി കാണാൻ പോണ്ട. അതെന്താ പോകണ്ടെന്ന് പറഞ്ഞു? മെസ്സിയുടെ കളി കാണാൻ നീ പോകണ്ട. അതിന്റെ കാരണല്ല അപ്പൊ അതൊന്ന് പറഞ്ഞു. എടാ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണോടാ. ഏത് പാലം? എടാ നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 17 വയസ്സുണ്ട്. 17 വയസ്സുണ്ടോ? ഈ 17 വയസ്സിനിടയ്ക്ക് നീ ജനിച്ചു, നീ ഈ വീടിന്റെ മുറ്റത്ത് കളിച്ച് നടന്ന് വളർന്നു, സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ച് നടന്ന് പഠിച്ചു. ഈ കാലത്തിനിടയ്ക്ക് അത്രയും നിന്റെ കുട്ടിക്കാലവും നിന്റെ കുട്ടിക്കളിയും കാണാൻ ഒരു കുഞ്ഞുടുപ്പ് മേടിച്ചോണ്ട് ഈ മെസ്സി ഒന്ന് ഈ വീടിന്റെ വാതിക്ക് വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ് നീ മെസ്സിയുടെ കളി കാണാൻ ഈ കുഞ്ഞുടുപ്പ് മേടിച്ചോണ്ട് എന്നെ കാണാൻ പറ്റും? മെസ്സി ആരാന്ന് ഓർത്തിട്ടാ? മെസ്സി ആരായാലും ഇവിടെ വരാത്തവരുടെ വീട്ടിൽ നിങ്ങളുടെ കളി കാണാൻ പോട്ട കാര്യം. ഞാൻ ഇത്തവണത്തെ PSC പരീക്ഷ ജയിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറും. PSC പഠിച്ചാൽ തേങ്ങ ജയിക്കും. കാരണം നവംബർ 1 പ്രത്യേകത എന്തോന്ന് ഞാൻ ഇവനോട് ചോദിച്ചത് എന്തോന്നാ നീ പറഞ്ഞ? ടീച്ചർമാരൊക്കെ സെറ്റ് സാരി കൊടുക്കുന്ന ദിവസം. അപ്പോഴും കേരള പിറവിയാണ് അവൻ അറിഞ്ഞുകൂടാ. ഞാൻ വിടാം PSC എഴുതാൻ. പിന്നെ എന്തോ തേങ്ങാ PSC എഴുതാൻ വിടുന്നത്? ഇന്നാണ് എന്നോട് പറയാണേ അൽഫോൺസ് പുത്രനൊക്കെ ഇതുപോലെ ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടാന്ന്. ഞാൻ അവനോട് പറഞ്ഞു, എടാ അത് അൽഫോൺസിന്റെ പുത്രൻ, ഇത് ജോസഫിന്റെ പുത്രൻ. ഒരു എന്തോക്കാൻ പോയാ? രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? രാവിലെ കഴിച്ചില്ല. നീ എന്തോ ഉണ്ടാക്കി വെച്ചേ? ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചോ? എടുത്തു വെച്ചിട്ടുണ്ട്. ഓട്സിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ഓട്സിൽ തേൻ ഇട്ടിട്ടുണ്ട്, കദളിപ്പഴം, അണ്ടിപ്പരിപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ചോക്ലേറ്റിന്റെ എസൻസ്. അപ്പൊ പിന്നെ പോയിട്ട് കാര്യമില്ല. അതിനാ ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് എപ്പോഴേ അത് ഉറുമ്പ് തിന്ന് കാണും. വേറെ വല്ല കഞ്ഞിയ വല്ല എടുത്തു പോടാ പോടാ. ഇവനെയൊക്കെ അങ്ങനെ വളർത്തണം. അല്ല കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആരാ? കൂട്ടിലിട്ട് വളർത്തുന്നത് നിന്റെ മോനെന്തിനാ ഇറക്കി വരണവന്? എന്റെ ഇറക്കനകത്തുണ്ടാ നിനക്ക് അവനെ അങ്ങനെയാണോ വളർത്തുന്നത്? ബുദ്ധിയില്ലാത്തവനെ, നിനക്കൊരു ബുദ്ധി ഉണ്ടോ? അവനെ ഇങ്ങനെ ഇട്ട് വളർത്താൻ കൊള്ളാവാടാ. അതുകൊണ്ടല്ലേ അവന് ഈ ചറ്റത്തിനൊക്കെ കാണിച്ചു നോക്കുന്നത്. എനിക്ക് ബുദ്ധിയുണ്ടോ? എന്റെ വീട്ടിൽ കയറുന്നത് എനിക്ക് ബുദ്ധിയുണ്ട്. നിനക്ക് ബുദ്ധിയില്ല. 2 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ പഠിച്ചോണ്ടിരിക്കുന്നവനാ ഞാൻ. കൊല്ലത്തുനിന്ന് എറണാകുളത്തിന് പോകാനായിട്ട് ട്രെയിനകത്ത് ടിക്കറ്റ് എടുത്ത് നൈസായിട്ട് ആരും അറിയാതെ കരുനാപ്പിള്ളങ്ങ് ഇറങ്ങി. ഇതുവരെ പിടിച്ചിട്ടില്ലേ? അത്രയും ബുദ്ധിയുള്ള എന്റെയൊക്കെ അതൊരു ഇന്റലിജന്റ് കൗണ്ടറാ. മോനെ കൊണ്ട് വിളിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തോന്ന് പിന്നെ പണ്ട് സാറ്റ് കളിക്കും ഞാൻ ഇവനൂടെ. എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ നിന്നപ്പോ ബാംഗ്ലൂരിന് മുങ്ങിയ ഞാൻ ട്രെയിൻ കയറി. ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടുപിടിച്ച അത്രയും ബുദ്ധിയുള്ള എന്റെ അടുക്കെ എനിക്ക്. നിന്റെ മോൻ കാണിച്ച കാര്യം എന്താ നിനക്കറിയോ? എന്താ കാണിച്ചതാവേ? നിന്റെ മോൻ ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യ കൂടെ കിടന്നുറക്കുമായിരുന്നു. വെളുപ്പിനെ ഒരു 1:30. ഡയലോഗ് ഇല്ലെങ്കിൽ ആക്ഷൻ കോമഡി ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യടാ. അല്ല ഇപ്പൊ ഒരു 1:30 മണിയായപ്പോ അവളുടെ ഫോണിലോട്ട് ഒരൊച്ച വന്നു. ഞാനെടുത്ത് നോക്കിയപ്പോ നിന്റെ മോൻ ഒരു മെസ്സേജ് അവൾക്ക് അയച്ചിരിക്കുന്നടാ. നിന്റെ മോൻ എടാ നിന്നെ കാട്ടി മൂത്തല്ലേടാ എന്റെ ഭാര്യ. അവന്റെ തരക്കാരും പെണ്ണുങ്ങളോടല്ലേടാ അവൻ അയക്കണ്ടേ? അല്ലല്ല അവൻ അങ്ങനെ അയക്കത്തില്ല. അവൻ അയച്ചാ എടാ ഞാൻ അങ്ങനെ അവനെ വളർത്തുന്നത്. അവൻ അങ്ങനെ അയക്കത്തില്ല. നീ വളർത്തുന്നതിന്റെ ദോഷമാണ്. നീ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്ത്. എടാ എന്റെ ചെറുക്കൻ അങ്ങനെ വളർത്തുന്നത്. അവൻ അങ്ങനെ മെസ്സേജ് വായിക്കത്തില്ല. അവൻ അയച്ചിട്ടുണ്ട്. നീ പിടിക്കടാ. നീ എന്നെ അടിച്ചാടാ? അടിക്കും. പക്ഷേ നീ എന്നെ തല്ലിയ കാര്യം അവനെ ഇപ്പൊ വിളിക്കുമ്പോൾ അവനോടെങ്ങാനും പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്ലിങ്കും. അത് പറയരുത്. ബാക്കി ഞാൻ സെറ്റ് കേട്ടോ. അവനെ വിളിക്കാം ഞാൻ. തന്തയുടെ കാരണത്തിന് സ്ഥിരം വർക്ക് തരുന്നവനെ വാടാ. ഇന്നെ ഇന്ന് തീരുമാനമാക്കുന്ന ദിവസം. നിമ്മിയുടെ അച്ഛൻ വന്നോ? നിനക്ക് നിമ്മിയുടെ അച്ഛനായിട്ട് അറിയത്തുള്ളൂ അല്ലേ? നിമ്മിയുടെ അമ്മയുടെ ഭർത്താവും കൂടിയാണ് ഞാൻ. അത് നീ മറക്കരുത്. എന്നാ പറയണ? എനിക്കൊന്നും മനസ്സിലാവില്ല. അവനൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയടാ. ഈ കണ്ടന്റ് എനിക്കറിയാം. എന്നിട്ട് പോലും നീ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അറിയാതെ ചെറുക്കൻ എന്തുവാ പറയടാ. നീ എന്റെ ഭാര്യക്ക് മെസ്സേജ് അയച്ചില്ലടാ. ഞാനോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇതാ പറയുന്നത്, മക്കളെ വളർത്തുമ്പോ സത്യസന്ധതയോടെ വളർത്തണം. കള്ളം പറയാൻ പഠിപ്പിക്കരുത്. ഞാൻ കള്ളം പറയുന്നു. എനിക്ക് സാധിക്കാത്തത് എങ്ങനെ ഒപ്പിച്ചടാ നമ്പർ? എന്റെ ഭാര്യ എങ്ങാനും ഇന്നലെ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ അവൾ അപ്പ് ഇവിടെ വന്നേനെ. അതിനല്ല ചോദിക്കാൻ വന്നേനെ. അങ്ങനെ മനസ്സിലായി?
എടാ നീ മെസ്സേജ് കാണില്ലേ ഈ മെസ്സേജ് എങ്ങാനും നീ അയച്ചെങ്കിൽ 944754386 നിന്റെ നമ്പർ അതെന്റെ നമ്പറാ. നോക്കടാ. താൻ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. ആ, സത്യസന്ധത. സത്യസന്ധ തന്റെ മോളെ വേണം സത്യസന്ധയോട് വളർത്താൻ. എന്താ അവളുടെ നമ്പർ ചോദിച്ചാൽ അവളുടെ നമ്പർ തന്നെ, അതായത് അവളുടെ അമ്മയുടെ നമ്പർ തരരുത്. കണ്ടോ 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 കണ്ടോ? ഓൻ പറഞ്ഞേക്കോ പെരക്കാത്തിട്ട് പൂട്ടിയാണോ വളർത്തുന്നത് എവിടുന്നാണോ ഈ ചീത്ത വർത്താനൊക്കെ എന്തിനാ പെങ്കൊച്ചിന്റെ നമ്പർ ചോദിച്ചത് എന്നിട്ട് പാരാത്രി എന്താ മെസ്സേജ് അയച്ചത് മേലാൽ ആവർത്തിച്ചാൽ പാപ്പ പറഞ്ഞ അങ്കിളിനോട് അത് ഞാൻ അയച്ച മെസ്സേജ് എന്താന്ന് ചോദിക്കും. മെസ്സേജ് പറ അതിലൂടെ ചേർത്ത് കൊടുക്കാം മെസ്സേജ് പറ വേണ്ട തങ്ങാണ് തന്തകാണ് തന്ത താരില്ല ഇതൊരു തന്തയ്ക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് ആവില്ല എനിക്ക് കാണണ്ട കാണണ്ട ഈ സൈസ് ഞാൻ എന്താ മെസ്സേജ് അയച്ചത്? അടിക്ക് അവനടിക്ക് അടിച്ച് ഞാൻ കാണിക്കാം കാണീര് വാ മൗളൂസേ അർജന്റാന്ന് എന്റെ രാത്രി 1:30 ഒരു പെങ്കൊച്ചിന് വാ മോളൂസേ അർജന്റാണ് വാ മോളൂസേ അർജന്റ് നിനക്കറിയോ അർജന്റായിട്ട് ഞാൻ പോലും നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത്രയ്ക്ക് ഓടി പോയിട്ട് താമസിച്ച അച്ഛനായിക്കൂടാ വാ മോളൂസേ അർജന്റ് പാരാത്രി 1:30 ഒരു മിനിറ്റ് എടോ മുതുപുരാന്ത കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. ഇയാടെ മോൾ അർജന്റീന ഫാനാ. അർജന്റീന ജയിച്ചു കഴിഞ്ഞപ്പോ വാമോസ് അർജന്റീന അയച്ചതാണോ അല്ലാതെ വാമോളൂസ് അർജന്റീനല്ല. ഞാനേ വാമോളൂസ് അർജന്റീന ഇവിടുന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, പിന്നെയാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്നത്. എന്നെ എത്ര തവണ തല്ലി പൊന്നേടാ നാലല്ല പാപ്പാ പാപ്പാ പാടാ അങ്ങനെയല്ലേ പോണ്ടെങ്കി വാ വേണ്ട ഇങ്ങി വാ അങ്ങനെ അങ്ങ് പോകാൻ ഒരു വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരു സാധനം തന്നില്ല അത് വേണ്ട അല്ല അങ്ങനല്ല അത് എടാ നീ വേറെ ആരെയും കാണിച്ചില്ലല്ലോ ഇല്ലില്ല ആരെയും അതാണ് സംഭവം. കാരണം ബുദ്ധിയും വിവരം പഠിപ്പുള്ള നിന്നെ മോള് കൊണ്ട് പെണ്ണുമുള്ളുണ്ട് അവരെ കാണിച്ചിരുന്ന ഇതിന്റെ ആവശ്യം ഉണ്ടാ എന്തായാലും തന്ന സ്ഥിതിക്ക് അതും കൊണ്ട് പോയാ മതി.